മക്കയിലെ വലിയ പ്രമാണിയാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. ഇന്നും വസ്ത്രവ്യാപാരം നല്ലത് തന്നെ. പക്ഷേ പ്രതിമ 4 പിടിച്ച് കടയുടെ മുമ്പിൽ വെച്ചിട്ട് കച്ചവടം നടത്തി ഉള്ള കച്ചവടം നീ ഹറാമാക്കല്ലേ മോനെ. മുതലാളി ഏതാ, തൊഴിലാളി ഏതാ, ബൊമ്മ ഏതാ എന്ന് തിരിച്ചറിയാത്ത രൂപത്തില് കട നിറച്ചും പ്രതിമകൾ വെച്ച് കച്ചവടം ചെയ്യുന്ന റെഡിമെയ്ഡ് ഷോപ്പുകാരുണ്ടോ, അതെല്ലാം എടുത്ത് വലിച്ചു മാറ്റിയിട്ട് നീ നല്ല നിലക്ക് കച്ചവടം നടത്തിക്കോ. വരട്ടെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ നേതാവാണ്, പ്രമാണിയാണ്. പക്ഷേ തിരിച്ചറിഞ്ഞു, എനിക്ക് രക്ഷ വേണോ, റസൂലുള്ളാഹിന്റെ കൂടെ കൂടണം. ഹബീബിന് വേണ്ടി എല്ലാം നൽകിയ മഹാനാണ്. ഒരു നാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ വരികയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങ് ചാടി വീണു. അതഖ്തുലൂന റജുലൻ യഖൂലു റബ്ബി അല്ലാഹുവാണ് എന്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞ, അല്ലാഹുവാണ് എന്റെ ഉടമസ്ഥനെന്ന് വിളിച്ചു പറഞ്ഞ ആളെ നിങ്ങൾ കൊല്ലാൻ പോവുകയാണോ? അതാ മറ്റൊരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അവിടുത്തെ റിസാലത്ത് ഞാനൊന്ന് പറയട്ടെ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ സമ്മതമുണ്ടെങ്കിലും പുറത്ത് മൂളാൻ വയ്യ. കാരണം അംഗബലം വളരെ കുറവാണ്. ഏതായാലും മൗനം ദീക്ഷിച്ചപ്പോൾ മൗനം സമ്മതമെന്ന് കരുതിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ കുറിച്ചൊരു പ്രസംഗം നടത്തുകയാണ്. അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി. ഇന്ന് പ്രസംഗം നടത്തിയപ്പോൾ നാലുപാട് നിന്നും മുശ്രിക്കീങ്ങളുടെ ഏറാണ്. ഇളകിയില്ല, പതറിയില്ല. അവസാനം അതാ ഒരാള് മുള്ളുള്ള ഒരു ഷൂസ് കൊണ്ടുവന്ന് മുഖത്തടിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നിന്ന് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. ഹബീബായ നബി തങ്ങളോട് എന്ന് പറഞ്ഞു, തങ്ങളെ സിദ്ദീഖുൽ അക്ബറിനെ ആക്രമിക്കുന്നുണ്ട്. ഉടനെ നബി തങ്ങൾ ഇറങ്ങി ബിലാൽ തങ്ങളുടെ കൂടെ. ഹബീബായ നബി തങ്ങളെ കണ്ടപ്പോൾ അക്രമികളുടെ ആക്രമണം അങ്ങോട്ടായി. അതുവരെ പിടിച്ചു നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇടയിൽ വെച്ച് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ മുത്തുനബി തങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുന്നതാണ് കാണുന്നത്. അവിടെ ബോധരഹിതനായി വീണുപോയി. കൂട്ടുകാരെ, ബോധരഹിതനായി വീണുപോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് പരക്കുന്നത്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിഞ്ഞിട്ടില്ല, ബോധരഹിതനായി കിടക്കുകയാണ്. നീണ്ട സംഭവമാണ്. ഇമാം ഖുർത്തുബി എഴുതുന്നുണ്ട്, ഇമാം സുയൂത്തി താരീഖിൽ എഴുതുന്നുണ്ട്, അബ്ബാസ് മഹ്മൂദ് അൽ-അഖാദി അബ്ഖരിയിൽ എഴുതുന്നുണ്ട്. അതുപോലെ എത്രയോ ഇമാമുകൾ വിശദമായി എഴുതിയിട്ടുള്ളതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ബോധരഹിതനായി കിടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു എന്ന് തന്നെ ചില നിവേദനത്തിൽ കാണാം. ബോധം തെളിയുമ്പോൾ അല്ലാഹുവേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകാൻ സന്നദ്ധരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ക്ഷീണിച്ച് ബോധരഹിതനായി വീണ് ബോധമൊന്ന് തെളിഞ്ഞപ്പോൾ ഉമ്മാനെ അടുത്തേക്ക് വിളിച്ച് ശബ്ദമുയർത്തി ചോദിക്കാൻ ആരോഗ്യമില്ല, ഉയർത്തി സംസാരിക്കാൻ ആരോഗ്യമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ
ഹബീബ് എവിടെ? കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് എതിരാളികൾ ആക്രമിക്കാൻ തിരിയുന്നത് കണ്ടാണ് ഞാൻ വീടുപോയത്. ആ എന്റെ ഹബീബ് എവിടെ? മോനെ, നീ ഇങ്ങനെയൊക്കെ ആയതാ നേതാവിന്റെ കൂടെ കൂടിയപ്പോ എതിരാളികൾ ആക്രമിച്ചിട്ടല്ലേ? നീ ഇനിയും ആ നേതാവിനെയാണോ ചോദിക്കുന്നത്? മോനെ, വെള്ളം കുടിക്കും മോനെ. ഇല്ല ഇല്ല, എനിക്കെന്റെ നേതാവിന്റെ അവസ്ഥ അറിയാതെ വെള്ളം കുടിക്കാൻ പറ്റൂല. മോനെ, അതിന് ഞാൻ എങ്ങനെ അറിയാനാണ്? ഉള്ളിൽ ഇസ്ലാമിനോട് മഹബത്തുണ്ടെങ്കിലും ഇസ്ലാം പ്രഖ്യാപിക്കാത്ത സമയമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ പറയാണ്, മോനെ, ഞാൻ എവിടെന്ന് അറിയാനാണ്? അതുകൊണ്ട് നീ ഇപ്പോൾ നിർബന്ധം പിടിക്കാതെ മോനെ വെള്ളം കുടിക്കും മോനെ. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാൻ ഉമർ ബിൻ ഖത്താബിന്റെ പെങ്ങൾ ഫാത്തിമയ്ക്ക് അറിയാം. അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു വന്നേ. ഉമ്മമാരെ, നമ്മളിന്ന് മാനം മുട്ടുന്ന കൊട്ടാരം വെച്ച് നഗളിക്കുന്ന കാലമാണ്. ആയിഷ ബീവിയുടെ വീട്ടിന്റെ വലിപ്പം എത്രയായിരുന്നു? 3 മീറ്റർ ആയിരുന്നു. ചതുരശ്ര മീറ്റർ ആയിരുന്നു വലിപ്പം. 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള വീടായിരുന്നു ആയിഷ ബീവിയുടെ വീട്. കേട്ടോ, നമുക്കിന്ന് തികയുന്നില്ലല്ലോ വീടിന്റെ വലിപ്പം. വരട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വീട്ടിലെ സാധനങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ പെണ്ണിറങ്ങിയപ്പോ ആയിഷ ബീവിക്ക് കൊണ്ടുകൊടുത്തത് എന്തൊക്കെയാണ്, അതെല്ലാം സാധുവായ ഞാൻ ആയിഷ ബീവിയെ കുറിച്ച് 6 മണിക്കൂർ സംസാരിച്ച സീഡിയിൽ ഉണ്ട്. അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മമാരത് വാങ്ങി കേൾക്കേണ്ടതാണ്. ഏതായാലും പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചറിയാൻ അതാ ഉമ്മുൽ ഖൈർ ഫാത്തിമയോട് ചോദിച്ചാൽ മതി. ഫാത്തിമാന്റെ അടുക്കൽ പോയി ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ വലിയ ബുദ്ധിമതിയാണ്. പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു തരൂല, എനിക്കറിയില്ല, ഞാനും കൂടെ വരാം. കാരണം ഇത് ഇസ്ലാം പ്രഖ്യാപിക്കാത്ത സ്ത്രീയാണ്. ഇതെങ്ങാനും ലീക്കായി പോയാലോ എന്ന സൂക്ഷ്മതയാണ്. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പെങ്ങൾ കൂടെ വന്ന് വീട്ടിലേക്ക് വന്ന് ഉമ്മുൽ ഫളിലിനോട് പറയാണ്, ആയിഷ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാണ്, ഉമ്മാനോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ, ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, വിഷമിക്കേണ്ട ഫാത്തിമ, ഇത് അല്ലാഹുവെ അറിയുന്ന ഉമ്മയാണ്. ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാം ഉൾക്കൊണ്ട ഉമ്മയാണ്. ഇനി അങ്ങനെയല്ലെങ്കിലും കുലീനയായ സ്ത്രീയാണ്. അങ്ങനെയൊന്നും രഹസ്യം പുറത്തു പറയുന്ന പെണ്ണല്ല. അതുകൊണ്ട് പറയൂ. ഉടനെ മഹദിയവറുകൾ പറയാണ്, അർത്തമിന്റെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന ബേജാറല്ലാതെ നബിതങ്ങൾക്കൊരു പരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഉമ്മ, എനിക്കിപ്പോൾ അവിടെ എത്തണം, റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, വെള്ളം കുടിച്ചിട്ട് പോകാം. ഇല്ല ഇല്ല, എനിക്ക് റസൂലുള്ളാഹിനെ കാണാതെ വെള്ളം വേണ്ട. മോനെ നടക്കാൻ പറ്റൂല മോനെ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ചേ ഉമ്മ, ഞാൻ താങ്ങി ഒന്ന് നടന്നു പോകാം. ഉമ്മാന്റെ കയ്യിൽ തൂങ്ങിയിട്ട് വെച്ച് മെല്ലെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അർഖമിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് അടുക്കുമ്പോൾ അകത്തുനിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് പറയുന്നു, അല്ലയോ നബിയേ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരുന്നുണ്ട് നബിയേ. ഓടി നബി തങ്ങളെല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു.
റസൂലുള്ളാഹിനോട് പറയാണ്, അല്ലയോ ഹബീബായ നബിയേ, എത്രയോ മണിക്കൂറായി ഞാൻ ബോധരഹിതനായി കിടന്നതാണ്. ബോധം തെളിഞ്ഞിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അത് കുടിക്കാൻ എന്റെ മനസ്സനുവദിച്ചിട്ടില്ല. തങ്ങളെ കാണാതെ കുടിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്ന് വെള്ളം തരണേ നബിയേ. കൗസർ കോരി കൊടുക്കേണ്ട നേതാവ് അതാ വെള്ളം കൊടുക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കുടിക്കുകയാണ്. ഇതല്ലേ മഹാന്മാരുടെ സ്നേഹം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഹറാമുകൾ ചെയ്ത് നബിതങ്ങളിൽ നിന്ന് അകലാൻ പാടില്ല. സുന്നത്തുകൾ മറന്നിട്ട് മുത്തുനബിതങ്ങളെ വിട്ടകലാൻ പാടില്ല. നമ്മുടെ മക്കളെ മുത്തുനബിതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ പെൺമക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തണം. അവരെ ഇൽമിയായി ഉയരുന്നതിൽ സന്തോഷിക്കണം. അവര് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാകാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയായാൽ എല്ലാത്തിലും ഒരു ഹബീബായ നബിതങ്ങളെ ഒന്ന് മഹബ്ബത്ത് വെച്ചാൽ കാന മഈ ഫിൽ ജന്ന, എന്നാൽ അവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അല്ലാഹുവേ, ഹബീബിനോട് ഞങ്ങളുടെ ഖൽബിൽ വലിയ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. അവസാനം കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകിയിട്ട് മുത്തുനബി ഞങ്ങളുടെ സ്നേഹലോകത്ത് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം റഹ്മാനേ.